ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ജീവിതമല്ലേ അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയാണോ, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചു പോയതാണോ? നിങ്ങളുടെ മനസ്സിൽ ദിവസം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ വിധി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അപ്പോൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് പുറമേയുള്ള അറ്റ്മോസ്ഫിയർ ആണോ അതോ നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണോ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഒരു 7 ദിവസം നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ചിന്ത എങ്ങനെയാണ് ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരു ബുദ്ധിയില്ല, അതൊരു പൊട്ടനാണെന്ന് തന്നെ പറയാം. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ഒരു വയലിനോട് ഉപമിക്കാം നമുക്ക്. അപ്പോൾ ഒരു കർഷകന് നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകൾ നോക്കി അയാൾ പർച്ചേസ് ചെയ്ത് ഈ വിത്ത് വിതക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം അയാൾക്ക് നല്ല വിളവ് കിട്ടും അല്ലേ? നേരെ മറിച്ച് അയാൾ അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ക്വാളിറ്റി കുറഞ്ഞ വിത്തുകളാണ് ഈ വയലിൽ ആ വർഷം വിതക്കുന്നുണ്ടെങ്കിലോ അയാൾക്കുള്ള വിളവും കുറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിന് നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, നമുക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയും, ഇന്നൊരു മോശം ദിവസമാണ്, ഇന്ന് ആരെ ഞാൻ കണി കണ്ടത്. ആ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് മൊത്തത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുന്നത് പോലും ചിലപ്പോൾ നമ്മളോട് പോലും ആവില്ല പറയണത്, വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് നമ്മളെയാണോ പറയണത്, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ട് ഇങ്ങനെ നിറയും ആ ദിവസം. കാണുന്നതും നോക്കുന്നതും ഒക്കെ നെഗറ്റീവായിരിക്കും, ആ ദിവസം തന്നെ പോക്കായിരിക്കും. നേരെ മറിച്ച് ഒരു ദിവസം നമ്മൾ ഭയങ്കര ഫ്രഷ്നെസ്സോടുകൂടി എണീക്കുകയാണെന്ന്, ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് അടിപൊളി ദിവസമാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീക്കുന്ന ഒരു ദിവസം അന്ന് അടിപൊളിയായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ചിരിക്കും, സന്തോഷിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ തലച്ചോറിന് ഞാൻ നേരത്തെ പറഞ്ഞു, ആൾക്കൊരു ബുദ്ധിയില്ല. നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്കതിനൊന്നും പറ്റൂല, എനിക്കതിനുള്ള സാഹചര്യം ഇല്ല, എനിക്ക് അവസരങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വേർഡ്സ് ഉണ്ടല്ലോ, അതൊന്നും ചില്ലറക്കാരല്ല കേട്ടോ. അതൊരു നിസ്സാര വാക്കല്ല. നമ്മുടെ തലച്ചോറിൽ ഒരു മതിൽക്കെട്ട് സൃഷ്ടിക്കുകയാണ് ഈ വാക്കുകൾ. ഇപ്പോൾ നടക്കാൻ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളെന്ന് നോക്കൂ, എത്ര പ്രാവശ്യം അവർ വീഴുന്നുണ്ടാവും, പക്ഷേ വീണാലും അവിടുന്ന് എണീറ്റ് വീണ്ടും നടക്കും. അവർ ചിന്തിക്കുന്നുണ്ടോ എനിക്കിനി നടക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ നടന്ന വീണ്ടും വീഴും അതുകൊണ്ട് ഇനി നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവർ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടോ? ഇല്ല. വീണാലും കുഴപ്പമില്ല, ഞാൻ അവിടുന്ന് എണീറ്റ് നടക്കുന്നതാണ് അവർ വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മളെ ബ്രെയിനിൽ അതുണ്ട്, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്ത ഉണ്ട്, നമുക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പിന്നെ വലിയതായപ്പോൾ ആ ഒരു ചിന്ത മാറി അല്ലേ? സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി. ഞാനൊരു ഉദാഹരണം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ദരിദ്രനായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് തന്നെ ജോലികളൊക്കെ ചെയ്ത് പത്രം വിറ്റും അതുപോലെ ഷൂ കഴുകിയും അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിച്ച ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഈ ലോകത്തിന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് എനിക്ക് മാറണം, എനിക്കതിന് പറ്റും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് എന്തായിട്ട് മാറി, ഒരു രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യമാണോ അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്? അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല, കാരണം എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ പിതാവിന് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല, അപ്പം എനിക്കതൊന്നും ആവാൻ പറ്റൂല, അങ്ങനെയൊക്കെ വിചാരിച്ച് അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനത്തിലെത്തിച്ചത്. നമ്മൾ പലപ്പോഴും ഇന്നലെ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ്. നമുക്ക് ഭയമാണ് മനസ്സിൽ അല്ലേ? നാളെക്കുറിച്ചുള്ള പേടിയാണ്. നാളെ എന്താവും, അയ്യോ എൻ്റെ മക്കളുടെ ഭാവി എന്താവും, എനിക്ക് ജോലി കിട്ടുമോ, അത് നടക്കുമോ? പക്ഷെ ഈ കാര്യങ്ങളൊന്നും നടന്ന സംഗതിയാണോ, ഉള്ളതാണോ? അല്ലല്ലോ. പക്ഷെ നമ്മുടെ ചിന്തയിൽ അതിങ്ങനെ വന്നു പോവാണ്, നമ്മളങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നടന്നേക്കാം എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള അവസരങ്ങൾ തേടിപ്പോവാതെ അലസമായിട്ട് നടക്കാൻ ശ്രമിക്കും. ഇനി നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കൂടി നമ്മുടെ ഈ ഒരു ചിന്താഗതിയിൽ ഒരു പങ്കുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് 2 വീലറിൻ്റെ ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയായിരുന്നു, അയ്യോ ഇനിയിപ്പോൾ വണ്ടി എടുക്കാൻ പറ്റുമോ, എനിക്ക് ടൗണിൽ കൂടെയൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് നീ പേടിക്കണത്, അങ്ങനെയല്ലേ എല്ലാവരും പോണത്, അങ്ങനെ തന്നെ പഠിക്കുക, വീണാലും കുഴപ്പമില്ല, നീ പഠിച്ചതല്ലേ, നിനക്ക് ലൈസൻസ് കിട്ടിയല്ലോ, അപ്പം നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പിന്നെ ചോദിച്ചു, ഞാൻ പോയാൽ എന്തെങ്കിലും പറ്റുമോ?
അപ്പോൾ അമ്മ എനിക്ക് ധൈര്യം തന്നു, ഈ ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. ആ ഒരു വേർഡാണ് എന്നെ, ഞാൻ പിന്നീട് 4 വീലർ മേടിച്ചു, അത് എടുത്ത് പോകാൻ തുടങ്ങി. ആ ഒരു മൈൻഡിലേക്ക് എനിക്ക് എൻ്റെ ഉമ്മ തന്നെയാണ് അത് പറയണത് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട അല്ലെങ്കിൽ അത് എടുക്കണ്ട എന്നൊക്കെ പറയണ അമ്മ ഈ ഒരു കാര്യം എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് ചെയ്യേ, എനിക്ക് പറ്റും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ഒരു ഇൻസ്പിറേഷന് എൻ്റെ ജീവിതത്തിൽ കുറേ സ്ഥലങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മുടെ കൂടെ ഒരു 5-6 പേരെന്നുണ്ടെങ്കിൽ 5-6 പേരുടെ തോട്ട്സ് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്ന, നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളുടെ കൂടെ ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മളും നെഗറ്റീവായിട്ട് പോകും, നമുക്ക് പറ്റൂല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും, അല്ലെങ്കിൽ നമ്മളെ നല്ല കൂട്ടുകാർ പറയും, അവർ നമ്മളെ നന്മക്ക് വേണ്ടി പറയാനുള്ള രൂപത്തിലായിരിക്കും പറയുന്നത്, നീ അതിൽ ഇറങ്ങണ്ടടാ, അത് ഭയങ്കര റിസ്ക് ആണ്, അതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയും. അതോടുകൂടി നമ്മൾ ആ ചെയ്യുന്ന പരിപാടി തന്നെ നിർത്തിപ്പോകും. അപ്പോൾ അതാണ് പറഞ്ഞത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത മാറണം, ആ ചിന്ത മാറണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുകളും മാറണം. ഇനി പ്രധാനപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ശീലമാണ് നന്ദി പറയുക എന്നുള്ളത്. നമുക്ക് ചെറിയ കാര്യത്തിന് പോലും നന്ദി പറയാൻ ശീലിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യത്തിന്, എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കിന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സന്തോഷിക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ആളുകളോടൊന്ന് ചിരിക്കാൻ പറ്റി. അങ്ങനെ ചെറിയ കാര്യങ്ങളായാലും ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് അതിനൊന്ന് നന്ദി പറയുക. ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, നിങ്ങളുടെ ജീവിതം മാറും. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അന്നാന്ന് കിട്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി, അങ്ങനെ ചെറിയ എന്ത് കാര്യമായാലും അതിനൊന്ന് നന്ദി പറഞ്ഞ് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ പരാജയങ്ങൾ നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ചിലപ്പോൾ നമ്മൾ എക്സാം എഴുതും, തോൽക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യും, പൊട്ടും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലൂടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് അയാൾ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തിക്കാൻ പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല. അതാണ് അയാൾ അതിൽ നിന്ന് പഠിച്ച പാഠം. നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച സമയത്ത് 999 പ്രാവശ്യമാണ് അദ്ദേഹം പരിശ്രമിച്ച് പരാജയപ്പെട്ടത്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? ആളുകൾ കളിയാക്കിയപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത 999 വഴികൾ ഞാൻ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. എത്ര പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ആണത് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഏത് പരാജയമായാലും അത് നമുക്കൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് എടുക്കുക. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് വീണ്ടും നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് പഠിച്ച് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം മോശമാണ് എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു പരീക്ഷണം നിങ്ങൾ ഒരു 7 ദിവസം ചെയ്യുക. എന്താണ് ആ പരീക്ഷണം? ഇത് 7 ദിവസം തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അത്ഭുതമായിട്ടുള്ള മാറ്റം കാണാൻ പറ്റും. അതിലൊന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒറ്റ വേർഡ് നിങ്ങൾ ഒഴിവാക്കുക. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നുള്ള നെഗറ്റീവ് വേർഡ് ഉണ്ടല്ലോ, അത് ചില്ലറക്കാരനല്ല എന്ന് ഞാൻ പറഞ്ഞു. ആ വേർഡ് നിങ്ങളൊരു 7 ദിവസം മനഃപൂർവ്വം നിങ്ങൾ അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യാം. ആ വേർഡ് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. 7 ദിവസം മാത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. ഈ 7 ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ള ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സ് നിങ്ങൾ ചെയ്യാനേ പാടില്ല. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വാർത്തകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെറും നെഗറ്റീവായിട്ടുള്ള വേർഡ്സ്, പീഡനം, കൊലപാതകം, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വേർഡ്സുകളും വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറുക. അധികം അങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 7 ദിവസം നമ്മളൊന്ന് മാറ്റി വെക്കുക. നമ്മൾ ബ്രെയിനിലേക്ക് അത് എടുക്കണ്ട. ഇനി മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നന്ദി പറയാനുള്ള കാര്യങ്ങൾ. 3 കാര്യങ്ങൾ. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറിയ കാര്യമായാലും ഒരു 3 കാര്യം, അധികം കാര്യങ്ങളൊന്നും നിങ്ങളത് പറയണ്ട, ഒരു 3 കാര്യം മാത്രം ഒന്ന് എഴുതി ഒന്ന് നന്ദി പറയാം. എനിക്കത് ലഭിച്ചല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയല്ലോ, എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ടല്ലോ.
അങ്ങനെ എന്തെങ്കിലും ഒരു 3 കാര്യം ഈ 7 ദിവസം നിങ്ങളൊന്ന് എഴുതി വെച്ച് നന്ദി പറയുക. എഴുതി വെക്കണം കേട്ടോ, എന്താ ഉള്ളത് എന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിന് നന്ദി പറയുക. ഈ 3 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്താഗതി കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ചിന്തകളെ മാറ്റാൻ നമുക്ക് പറ്റും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മളെ നിയന്ത്രണത്തിലല്ല, പക്ഷേ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ഉയർത്തുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുകയാണോ എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.